പാട്ടും ഡാൻസും ഒക്കെ അറിയാം, അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു കഴിവുമില്ല. എന്നെപ്പോലെ പ്രത്യേകിച്ച് ഒരു ടാലൻറ്റും ഇല്ലാത്ത ആൾക്കാരൊക്കെ ലൈഫിൽ രക്ഷപ്പെടുമോ അളിയ? അതായത് സ്കൂളിൽ പഠിച്ച സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ എന്നോട് ചോദിച്ച ഒരു വലിയ ചോദ്യമാണിത്. ഞാൻ ഇന്ന് ആക്ച്വലി അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത, ഒരു ടാലൻറ്റും ഇല്ലാത്തൊരു കാറ്റഗറി ആൾക്കാർ ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ഇത് കേൾക്കുമ്പോൾ താങ്കൾക്ക് തോന്നുകയാണ്, ഞാൻ ആ കാറ്റഗറി ആണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എപ്പോഴും നമുക്ക് ഈ ടാലൻറ്റ് മാത്രം മതിയോ? ടാലൻറ്റ് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, എ.കെ. ഹംബിൾ മ്യൂസിഷ്യനാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ടാലൻറ്റിനെയും കഴിവിനെ, അല്ലെങ്കിൽ ടാലൻറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ടാലൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ടെൻഷൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തലയ്ക്കകത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് തണുപ്പിക്കേണ്ടേ. ഒരു പാട്ട് കേട്ടാൽ തീരുന്ന പ്രശ്നമുള്ളെന്ന്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഇന്നത്തെ മനോഹര ഗാനം എത്തുകയാണ്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ദൂരത്തിൻ രാഗപരാഗങ്ങൾ. നിന്നിലെ നീഹാരബിന്ദുവിൽ ഞാൻ സൂര്യനായി വന്നൊളിച്ചിരുന്നേനെന്നും. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവീല, ഊരേതാണെന്നറിവീല, ഇവളെൻ്റേതാണെന്നുള്ളം പാടുന്നു. ഓ മുകിൽ കിനാവിൽ നിന്നും ഇവളെ മണ്ണിലിറങ്ങിയ തൂമിന്നൽ, മഴ തേരേറി വരും. ആഹാ, എന്താ പാട്ടല്ലേ! ആഗതൻ എന്ന് പറഞ്ഞ മൂവിയിൽ ദീപക് ദേവ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത മനോഹരമായ പാട്ടാണ് ഇത്. ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞ ചാനലുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അന്ന് അതിൽ ഈ പാട്ട് വരാൻ കാത്തിരുന്ന സമയങ്ങൾ ഞാനിപ്പോൾ ഓർക്കുന്നു. അതായത് ടി വിയിൽ ചാനൽ മാറ്റി പോകുമ്പോഴാണെങ്കിലും എപ്പോഴെങ്കിലും ഈ പാട്ട് വന്നാൽ ഞാനിങ്ങനെ, അല്ലെങ്കിൽ ഈ പാട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഫുള്ള് ടി വിയുടെ മുമ്പിലിരുന്ന് കേൾക്കുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ പാട്ട്. എന്തായാലും ആ ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ടാലൻറ്റ് മാത്രം മതിയോ നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ടാലൻറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ എവിടെയും എത്തണമെന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ, ഞാൻ പറയുന്ന വളരെ ചെറുപ്പത്തിൽ, ഞാൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, അന്ന് എൻ്റെ വിദ്യാഭ്യാസം നടക്കുന്നത് കൊല്ലത്താണ് കേട്ടോ. കൊല്ലം ചിന്മയ വിദ്യാലയയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, എല്ലാ മ്യൂസിക് കോമ്പറ്റീഷൻസിനും ഫസ്റ്റ് മേടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് എനിക്ക് ഭയങ്കര ഷുവറായിരുന്നു. ഞാൻ ഓവർ കോൺഫിഡൻ്റ് എന്നാണ് പറയാം. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാര്യം എൻ്റെ അത്രയും വേറെ ആരും പാടില്ല എന്നുള്ള അത്ര ഒരു കോൺഫിഡൻസ് എനിക്ക് ആ ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി പാട്ട് പാടാൻ, നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക് ആയിക്കോട്ടെ, സിനിമാ പാട്ട് കോമ്പറ്റീഷനുണ്ട്. അന്ന് ഞാൻ നിറത്തിലെ മിഴിയറിയാതെ പാട്ടൊക്കെ പാടിയത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പാടിക്കഴിയുമ്പോൾ എനിക്ക് ഷുവറാണ്, റിസൾട്ട് അനൗൺസ് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം കാർത്തിക് കൃഷ്ണൻ എന്നാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ പറയായിരുന്നു, എല്ലാത്തിനും എനിക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ എൻ്റെ ചുറ്റുമുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ പറയുമായിരുന്നു, ഭാവിയിൽ വലിയ പാട്ടുകാരനാവും, അല്ലെങ്കിൽ സിനിമയിലൊക്കെ പാടാൻ പറ്റും, അതുപോലെയുള്ള ആളായി വരണം എന്നൊക്കെ പറയായിരുന്നു. ഞാനും അതിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ മെയിൻ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാട്ട് പാടുന്നവരിൽ എന്നെ അറിയുന്നവരുണ്ടായിരിക്കാം, ഇപ്പോൾ കവർ സോങ്സ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ അറിയുമായിരിക്കാം. എന്നാലും ഒരു ഹയസ്റ്റ് ലെവലിലെ സിംഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക്
അതിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരിക്കലും എനിക്ക് ടാലൻ്റ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. എൻ്റെ ടാലൻറ്റിനെ എന്താ പറയുക, ഞാൻ എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്നവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുത്ത് പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ എൻ്റെ സിംഗിങ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള നിലയിലേക്ക് എത്തണം എന്ന് സ്ട്രോങ് ആയിട്ട് ഞാനൊരു എയിം വെച്ചിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ടാലൻറ്റ് മാത്രം ഉള്ളത് കൊണ്ട് ഒരാൾ രക്ഷപ്പെടണമെന്നില്ല. അതിൻ്റെ പുറകിൽ നമ്മളുടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കിൻ്റെ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ്റെ ടീച്ചർ ഒരു പ്രാവശ്യം അവനോട് പറഞ്ഞു, അതായത് ടാലൻ്റ് അധികം ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുക എന്നുള്ളത്. അതെനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ടാലൻ്റ് ഉള്ളവർ ദേ ഓൾവേസ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. എനിക്ക് ആ ഒരു കഴിവുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷേ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാതെ നമ്മളതിനു വേണ്ടി വർക്ക് ചെയ്യാതെ ഇരിക്കുമ്പോൾ വേറൊരു സൈഡിൽ അത്രയ്ക്കും ടാലൻ്റ് ഇല്ലാത്ത ഒരാൾ ആ ഒരു കാര്യം നേടാൻ അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ആദ്യത്തെ കഥയല്ല, 1ാം ക്ലാസ് 2ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ഞാൻ എറണാകുളത്താണ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്നും ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ അത്രയും മ്യൂസിക് കോമ്പറ്റീഷൻസിൽ ഞാൻ പങ്കെടുക്കുന്നില്ലായിരുന്നു. പക്ഷേ എന്നാൽ കൂടി എൻ്റെ സിംഗിങ്ങിനെ ഭയങ്കര ആരാധനയോടെ നോക്കി നിന്നിട്ടുള്ള ചില കുട്ടികളുണ്ട്. അപ്പോൾ അന്നൊന്നും അവർക്ക് അത്രയും നന്നായിട്ട് പാടാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അവരിലേക്ക് നോക്കുമ്പോൾ, ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാമല്ലോ. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അന്ന് തുടങ്ങി വർക്ക് ചെയ്ത് ത്രൂ ഔട്ട് പാട്ട് പഠിച്ച് എന്നെക്കാളും വളരെ മികച്ചതായിട്ട് അവർ പാട്ട് പാടുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ അന്ന് വർക്ക് ചെയ്യാതിരുന്നതിൻ്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ പലരും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പാട്ടുകൾ അനായാസം പാടുന്ന വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് എനിക്ക് പറയാനുള്ളത്, ടാലൻറ്റ് ഈസ് ഓൺലി വൺ തിങ്. അത് ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ എനിക്കൊരു കഴിവുമില്ല അല്ലെങ്കിൽ എനിക്ക് ഒന്നിലും ഒരു ടാലൻ്റ് ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നതിലുപരി നമുക്കതിനു വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ടാലൻ്റ് ഉള്ളവരെക്കാളും മുകളിൽ എത്താൻ സാധിക്കും എന്നുള്ളത് വളരെ വലിയ വാസ്തവം തന്നെയാണ്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലൻറ്റ്. അത് വളരെ 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 ശരിയാണ് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും പല കാര്യങ്ങളിലും കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എല്ലാവരും പോകുന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും കിട്ടുന്നില്ല. എല്ലാവരും രാവിലെ എണീക്കുന്നുണ്ട്, എല്ലാവരും പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്ത് പോകുന്ന ആൾക്കാർ ആയിരുന്നാൽ ഇപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടോ, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ടു ബി അറ്റ് ദ ടോപ്പ്, അതുപോലെ എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് എപ്പോഴും ഡിഫറൻ്റ് ആണ്. ആ പാത്ത് കുറച്ച് ബോറിംഗ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ചില സമയത്ത് എനിക്ക് തീരെ മൈൻഡ് വരില്ല ഇത് റെക്കോർഡ് ചെയ്യാൻ. പക്ഷേ എന്നാലും ആ മൈൻഡ് ഇല്ലെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്യണം. അതാണല്ലോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് ടാലൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമുക്ക് ടാലൻ്റ് ഉള്ളവരെക്കാളും മുകളിൽ, ചിലപ്പോൾ എന്നല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു വിൽ ബി ടാലൻ്റ് ഉള്ളവരിലും മുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം അല്ലേ ഇന്ന് തുടങ്ങി. അത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പോഡ്കാസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് സുഹൃത്തുക്കളെ. ഇന്നും മുഴുവനായിട്ട് നിങ്ങൾ പോഡ്കാസ്റ്റ് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്ക്സ് മറക്കാതെ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലൻറ്റ്.